2 ദിവസം മുമ്പ് ശ്രീനിവാസന് പൊതുദർശന ചടങ്ങിൽ ഒട്ടുമിക്ക നടീനടന്മാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നടൻ ദിലീപും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ വെച്ച് ദിലീപ് നടിയായ നിഖില വിമലിനെ തീക്ഷ്ണമായി നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ. ഇനി ഈ വീഡിയോയുടെ താഴെ വന്ന് ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം. നിഖില രാമൻ സൂക്ഷിക്കണം, വല്ലാത്ത നോട്ടമാണ് നോക്കിയത്. ശരിയാണ്, ഈ നോട്ടം അത്ര ശരിയല്ല, അല്പം ക്രൂരമായി പോയി. ഈ നാരുടെ നോട്ടം കൊട്ടേഷൻ ആണോ? പക ഇനിയും ബാക്കിയുണ്ട്, നോട്ടം കണ്ടാൽ അറിയാം. നിന്നെ ഞാൻ പിടിച്ചോളാടി എന്നുള്ളത് നോ. നിഖിൽ അവൾക്കൊപ്പമാണ്, അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ദേഷ്യമാണ് ആ നോട്ടം. ഇവന്റെ നോട്ടം ഇവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അതാണ് അതിന്റെ കുഴപ്പം. ആ നോട്ടത്തിൽ അവന്റെ മുഖത്ത് എല്ലാ വൈരാഗ്യവും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കണ്ണാടി കയ്യിൽ കരുതുന്നത് നല്ലതാണ് ദിലീപിന്. പകയോടെയുള്ള നോട്ടം വെറുതെ അല്ല എല്ലാവരും ഇവനെ പറ്റി പറയുന്നത്. ഈ നോട്ടം അത്ര ശരിയല്ല കേട്ടോ. മാധവൻ നോട്ടം ഇട്ടിട്ടുണ്ട്. ഈ ഉള്ളിയുടെ നോട്ടം കണ്ടാൽ അറിയാം അവൻ എന്തോ ചൊറുക്കാ പെണ്ണിനോടുണ്ടെന്ന്. അടുത്ത കൊട്ടേഷനുള്ള ഇരയാണോ ആവോ? ഇനി ഇവന്റെ ഭാഗത്ത് നിന്നും ഇത്തരം പ്രവൃത്തി ഉണ്ടായാൽ ജനം കൈകാര്യം ചെയ്യണം. കോടതി എന്ത് ചെയ്യുമെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയാതെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ഇനി ഇവിടെ ഞാൻ എന്റെ അഭിപ്രായം പറയാം. ആക്ച്വലി ഈ വീഡിയോ മാത്രം വെച്ചുകൊണ്ട് ദിലീപ് നിഖിലയെ ക്രൂരമായി നോക്കി അടുത്ത കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത് നിഖിലയ്ക്കെതിരെയാണ് എന്നൊന്നും പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ആ നോട്ടം വെച്ച് മാത്രം ദിലീപ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ദിലീപ് നിഖിലയെ തന്നെയാണ് നോക്കിയതെന്ന് പോലും ഉറപ്പില്ല. ദിലീപ് നോക്കുന്ന ഭാഗം മാത്രം സ്ലോ മോഷൻ ആക്കിയത് കൊണ്ടാണ് ദിലീപ് തുറിച്ചു നോക്കുന്നത് പോലെ തോന്നിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എന്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്തി തരാവുന്നതാണ്. പിന്നെ ഒരാളുടെ മൈക്രോസ്കോപ്പിക് എക്സ്പ്രഷൻ വരെ ഒപ്പിയെടുത്ത് അയാൾ ഉദ്ദേശിച്ചത് ഇതാണ്, അയാൾ ചെയ്യാൻ പോകുന്നത് ഇന്നതൊക്കെയാണ് എന്നൊക്കെ മുൻവിധിയോട് കൂടി പറയുന്നത് ഒട്ടും ശരിയല്ല. മാത്രമല്ല ഇത്രയും ക്യാമറകൾ നിർത്താതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ദിലീപ് ഒരു നടിയെ പേടിപ്പിക്കാൻ വേണ്ടി തുറിച്ചു നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം ഇതല്ല. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയാണ് ഇന്നത്തെ വിഷയം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം തൊട്ട് തന്നെ ദിലീപിനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന സംഗീത ലക്ഷ്മണ. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തതെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ സ്ത്രീ അതുക്കും മേലെയാണ് ചെയ്തു വെച്ചത്. അതിര് വിട്ട കളിയാണ് കളിച്ചത്. അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അധിക്ഷേപിച്ച് സംസാരിക്കലും ഒക്കെ ആയിരുന്നു സംഗീത ലക്ഷ്മിയുടെ പ്രധാന ഹോബി. കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള സംസാരമാണ് ഇവരുടേത്. വിക്ടിം ബ്ലെയിമിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥ കാണണമെന്നുണ്ടെങ്കിൽ സംഗീത ലക്ഷ്മൺ ആക്രമിക്കപ്പെട്ട നടിയെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ കണ്ടാൽ മാത്രം മതിയാവും. ഇവരുടെ ഒരു പഴയ ഇന്റർവ്യൂ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അതിന് ചില ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ ആക്രമിക്കപ്പെട്ട നടിയെ 2022 IFFKയിൽ അതിഥിയായി വിളിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംവിധായകൻ രഞ്ജിത്താണ് അന്ന് നടിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്പീച്ച് നടത്തിയത്. ആ ഒരു സംഭവത്തെ കുറിച്ച് തികഞ്ഞ പുച്ഛത്തോടെ സംഗീത ലക്ഷ്മൺ സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ഞാൻ വൈകുന്നേരം രാത്രി ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് IFFKയുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴാണ് നമ്മളിത് എല്ലാം പല ന്യൂസ് ലിങ്ക്സിലൂടെ നമുക്ക് ഈ വാർത്ത കാണുന്നത്. അവനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പ് നല്ല വാക്കല്ലേ? ആനയൊക്കെ നമ്മൾ എഴുന്നള്ളിച്ചല്ലേ കൊണ്ടുവരുന്നത്? മഹാരാജാവിനെ നമ്മൾ എഴുന്നള്ളിച്ചല്ലേ കൊണ്ടുവരുന്നത്? മഹാറാണിയെ നമ്മൾ എഴുന്നള്ളിച്ചല്ലേ കൊണ്ടുവരുന്നത്? മന്ത്രിമാരെ നമ്മൾ എഴുന്നള്ളിച്ചല്ലേ കൊണ്ടുവരുന്നത്? അവിടെ എവിടെയാണ് ഒരു നെഗറ്റീവ് കൊണറ്റേഷൻ? നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നിപ്പോയത്? എഴുന്നള്ളിച്ച് അവർ അത് നിങ്ങൾക്ക് സുഖക്കുറവാണ്. എനിക്കത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്. നല്ല സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. നടിയെ IFFKയുടെ വേദിയിലേക്ക് അതിഥിയായി ക്ഷണിച്ചത് ഈ സ്ത്രീക്ക് തീരെ അങ്ങ് പിടിച്ചിട്ടില്ല. അതിന് ചൊറിച്ചിലാണ് ഈ കേട്ടത്. ഇത് വെറും സാമ്പിളാണ് മക്കളെ. ഇതിനും വലിയ ചൊറി വർത്തനം വരാൻ കിടക്കുന്നതേ ഉള്ളൂ. 4 വർഷം വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഇരയ്ക്ക് ഇനി ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്തൂടെ? എന്താണ് അവർ തന്നെ പറയുന്നുണ്ട് ആ വർക്കാദത്തിന്റെ ഇന്റർവ്യൂവിൽ, ഞാൻ അതിജീവിതയാണ്, സർവൈവറാണ്. എന്താണ് അവർ സർവൈവ് ചെയ്തത്? സർവൈവ് ചെയ്തിട്ടുണ്ടാവും. അതെ, അവർക്ക് എന്താണ് പ്രോപ്പറായി നല്ലൊരു കല്യാണം നടന്നു, അവർ മറ്റു ലാംഗ്വേജിലെല്ലാം അഭിനയിക്കുന്നുണ്ട്, അവർക്ക് മോഡലിംഗും ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഓഹോ, അപ്പൊ അതിജീവിതം നല്ലപോലെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ട്രോമ തന്നെ അനുഭവിച്ചിട്ടും അതിൽ നിന്നെല്ലാം റിക്കവറായി അവർ നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ തീരെ അങ്ങ് പിടിക്കുന്നില്ല അല്ലേ? ആക്രമിക്കപ്പെട്ടതിന് ശേഷം അവൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു അല്ലേ? എന്നാൽ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മിണ്ടാതിരിക്കണമായിരുന്നു, നീറി ജീവിക്കണമായിരുന്നു. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച ശേഷം തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ എന്താ നീ അന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്തിനാണ് ഇപ്പം വന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് അവൾ ഒറ്റപ്പെടുത്തണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സംഗീത ചേച്ചിക്ക് സന്തോഷമായേനെ. ഇതിപ്പോ എന്താ ആക്രമിക്കപ്പെട്ടിട്ട് നടി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അതൊന്നും സംഗീത ചേച്ചിക്ക് തീരെ പിടിക്കില്ല. സംഗതി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നടി ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്ന കാണണം, എന്നാലും ആക്രമിക്കപ്പെട്ടു എന്ന് ചേച്ചി വിശ്വസിക്കത്തുള്ളൂ. ബാക്കി കണ്ടോക്കാം. എവിടെയാണ് അവർക്ക് സർവൈവൽ ഉണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ സപ്പോസ് ഇവർ ഒരു റേപ്പ് വിക്ടിം ആണെങ്കിൽ ഒരു വലിയ സർവൈവൽ തന്നെയാണ്. പക്ഷെ ആ സർവൈവൽ നമ്മൾ ജനം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സിനിമാ ലോകം സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? വേർഡിക്റ്റ് വരട്ടെ, കോടതിയുടെ ജഡ്ജ്മെന്റ് വരട്ടെ. ഒരു വലിയ സംവിധാനം ഇതിനു വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പോലീസിന്റെ സംവിധാനം, കോടതിയുടെ എത്ര സമയം
പറയുന്നുണ്ടല്ലോ ഇത്രയും 4 വർഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരണ നടക്കുന്ന ആ കുട്ടി തന്നെ പറയുന്നുണ്ട് 15 ദിവസം അവരെ ക്രോസ് എക്സാമിൻ ചെയ്തു എന്നുള്ളത്. 15 ദിവസം ക്രോസ് എക്സാമിൻ ചെയ്തെങ്കിൽ 15 ദിവസത്തെ ജുഡീഷ്യൽ ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവരെന്തിനാണ് ഭയക്കുന്നത്? ഇവരെന്തിനാണ് ഇപ്പോൾ ഈ കോപ്രായങ്ങളും കൊണ്ട് ഇറങ്ങുന്നത് ഈ സമയത്ത്? അല്ല, കോടതിയോടും നിയമ സംവിധാനത്തിനോടും മാന്യതയും ബഹുമാനവും ഉണ്ടെങ്കിൽ, ആദരവും വിശ്വാസവും ഉണ്ടെങ്കിൽ, ഇരയെന്ന് പറയുന്ന ഭാവന ചെയ്യേണ്ടത് അടങ്ങി നിൽക്കുക. ഒരു 6 മാസം കൂടി അടങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം കോപ്രാക്ടിക്സ് ഒഴിവാക്കുക. ലെറ്റ് ഹർ ലൈഫ് മൂവ് ഓൺ. ഈ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ താനെന്തോ തന്നെ വലിയ മാലാഖയാണ്, വലിയ ജാൻസി റാണിയാണ് എന്നുള്ളൊരു ഇംപ്രഷൻ പൊതുജനങ്ങളുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോടതിയെ സ്വാധീനിക്കാനാണ് ഈ കാണിക്കുന്നത്. കോടതിയെ ഭയപ്പെടുത്തുക. കോടതിയൊക്കെ ഒരു 2 മനസ്സ് വേണം. കാരണം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് കോടതിയുടെ മുമ്പിൽ കള്ളം പറയുമോ? ഇവള് പറയുന്ന വെർഷൻ ശരിയാണ്, നിയമവശം നിയമസാധുതയുണ്ട് എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കട്ടെ. ഞാൻ തെളിയിച്ചല്ലോ, കോടതിന് മുന്നിൽ തന്നെ തെളിയിച്ചു. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പിന്നെ മെയിൻ ആളെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ആക്രമിക്കപ്പെട്ട നടിയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന സംഗീത ലക്ഷ്മണയെ പോലുള്ള ആളുകൾക്കുള്ള ഒരു അടിയായിരുന്നു ഈ കോടതി വിധി എന്ന് പറയുന്നത്. ഇപ്പോഴും നടി ആക്രമിക്കപ്പെട്ടിട്ടേ ഇല്ല, എല്ലാം അവളുടെ നാടകമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ നേതാവാണ് നമ്മുടെ സംഗീത ലക്ഷ്മണ. മാർട്ടിന്റെ വീഡിയോ ഒക്കെ പുറത്തുവിട്ടത് സംഗീതയാണല്ലോ. പക്ഷെ പൾസർ സുനി അടക്കം 6 പേരെ കോടതി ശിക്ഷിച്ചതോടെ നടി ആക്രമിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറയുന്നവർക്ക് പിന്നെ മിണ്ടാൻ പറ്റാതെയായി. കാരണം ഇതേ കോടതി തന്നെയാണല്ലോ ദിലീപിനെ വെറുതെ വിട്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം. ഈ ഒരു കേസ് ഉണ്ടല്ലോ, സീരിയലിൽ പോലും വർക്കാവില്ല. പഴയ പ്രേമനസീറിന്റെയും സോമന്റെയും സുകുമാരന്റെയും സിനിമയിൽ വർക്കാവില്ല എന്നത് പോട്ടെ, ഇപ്പോഴുള്ള സീരിയലുകൾ പോലും വർക്കാവില്ല. അമ്മാതിരി കോപ്പറേറ്റീവ്സ് ഇതിനകത്ത് നടക്കുന്നത് അൺനാച്ചുറൽ. ആഹാ, അങ്ങനെയാണോ? സിനിമയിലും സീരിയലിലും പോലും വർക്കാവില്ല എന്ന് ചേച്ചി പറഞ്ഞ അതേ കേസിൽ തന്നെയാണല്ലോ കോടതി വിധി വന്നതും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും. ഇനി ചേച്ചിക്ക് മാറ്റി പറയാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതോ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്? പിന്നെ ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ട്. സോ വേണമെങ്കിൽ ചേച്ചി മാറ്റി പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, ആരൊന്നും പറയാൻ പോണില്ല. നിങ്ങളുടെ നിലവാരമൊക്കെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്. അതിജീവിതയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ചേച്ചി ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്കെതിരെ ഒരു കേസ് പോലും വന്നില്ല എന്നുള്ളതാണ്. ഒരു റേപ്പ് വിക്ടിമിനെ വീണ്ടും റേപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഈ തള്ള ചെയ്യുന്നത്. എന്നിട്ടും ഇപ്പോഴും ഇവരിത് യാതൊരു പേടിയും ഇല്ലാതെ തുടർന്ന് കൊണ്ടുപോകുന്നത് കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇവർക്കെതിരെ നടപടി എടുക്കാൻ ആരും ഇല്ലടേ. ബാക്കി ഉണ്ടോക്കാം. ഇപ്പൊ സത്യത്തിൽ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നതായിരുന്നു എനിക്കൊരു പൊതുജന സമിതി ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ, ഇപ്പൊ രഞ്ജിത്ത് പോലും ചെയ്തത് അതാണ്. പൊതുജന സമിതി ഉണ്ടാക്കുക, പൊതുജനങ്ങൾക്ക് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം, സോ കോൾഡ് സോഷ്യൽ പെർസെപ്ഷൻ, അവർ പറയുന്നതിൻ്റെ അവരുടെ ചിന്തയുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നതായിരുന്നു എനിക്ക് നല്ലത്. ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഫേമസ് ആവാനാണെങ്കിൽ, ഇപ്പോൾ ഈ പാർവതി ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ചെയ്യണം മാതിരി ചെയ്യുന്നതായിരുന്നു എനിക്ക് എളുപ്പം, അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും ഫേമസ് ആകാനും ആക്രമിക്കപ്പെട്ട നടിയെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അവരെ എതിർക്കുകയും വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യുകയും ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും എളുപ്പത്തിൽ ഫേമസ് ആവാൻ കഴിയും. അങ്ങനെയല്ല നിങ്ങൾ ഫേമസ് ആയത്. ഈ പാർവതി, രഞ്ജിത്ത്, ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഓൾറെഡി കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇപ്പൊ ഈ നടിയെ സപ്പോർട്ട് ചെയ്ത് കിട്ടുന്ന പോപ്പുലാരിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമായിരുന്നു. കാരണം നിങ്ങൾ ഇവിടുത്തെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും അറിയില്ലായിരുന്നല്ലോ. പക്ഷെ നടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ. അതിനിടയിൽ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് ആരും നിങ്ങളെ ശ്രദ്ധിക്കാനൊന്നും പോടില്ല. സോ നിങ്ങൾ നടിയെ എതിർക്കാൻ തുടങ്ങി. അവളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അതോടെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതാണ് സത്യം. ബാക്കിയാണ് നോക്കാം. ഞാൻ എന്ത് മാത്രം, എനിക്ക് ദിലീപ് എന്ന് പറയുന്ന ആളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, എന്ത് അടുപ്പമാവും? ഹീസ് നോട്ട് ഈവൻ മൈ ഫ്രണ്ട്. ഞാനത് അവനക്കെതിരെ സംസാരിച്ചാൽ ദിലീപിന് അനുകൂലമാണ് എന്ന് ആരാ പറഞ്ഞു വെക്കുന്നത് ഇവിടെ? ഞാൻ അഭിപ്രായം പറയും. ഞാൻ ഇത് തുടക്കം മുതൽ പിന്നീട് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത് പറയുമ്പോൾ എല്ലാം പറയണം. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം, ട്രയൽ തുടങ്ങിയതിന് ശേഷമുള്ളതൊന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അത് വളരെ റിപ്പോർട്ടഡായിട്ട് വന്നിട്ടുള്ള ചില ജഡ്ജ്മെന്റ്സ്, കേസ് ലോസ് ഒക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവിടെ നടക്കുന്ന ഒന്നാമത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. അത് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്താണ് ഈ പെണ്ണ് മൊഴി കൊടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. ക്രോസ് എക്സാമിനേഷനിൽ ഇവളുടെ ചീഫ് എക്സാമിനേഷൻ, അതായത് നമ്മൾ വിചാരണ നടക്കുമ്പോൾ ഇരയായ പെൺകുട്ടി വന്നിട്ട് ഒരു വെർഷൻ പറയും. അതിനെ പ്രതിഭാഗത്തിന് ക്രോസ് എക്സാമിൻ ചെയ്യാം. ഇതെല്ലാം നിയമ സംവിധാനത്തിലുള്ളതാണ്. ആ ക്രോസ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രതിഭാഗം വക്കീൽ, പൾസർ സുനിയുടെ വക്കീൽ, ഇവർക്കെതിരെ, അതായത് പൾസർ സുനിയുടെ കേസ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോഴും. ഈ അവനെ പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്തു എന്ന് സമ്മതിച്ചുകൊണ്ടാണോ ഈ ട്രയൽ നടക്കുന്നത്? അവൻ സമ്മതിച്ചിട്ടുണ്ടോ ട്രയൽ നടക്കുന്നത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്? അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരല്ലേ ഇപ്പം നാഷണൽ ചാനലിൽ ഇരുന്നുകൊണ്ട് ബർക്കാത്തത്തിനോട് പറഞ്ഞത് ഞാനാണ് സർവൈവർ എന്ന്, ഞാൻ ഈ കേസുണ്ട് 15 ദിവസം എന്നെ ക്രോസ് എക്സാമിൻ ചെയ്തു എന്നൊക്കെ അവൾ തന്നെയല്ലേ പറയുന്നത്. അവൾ തന്നെ വന്നിരിക്കുകയാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് പറഞ്ഞിരിക്കുന്നു. വനിതാ ജഡ്ജ് വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ദിലീപ് പോയിട്ട് ജഡ്ജ്മെന്റ് ഓർഡർ മേടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഇവൾ വന്നിട്ട് പറയുന്നത് ഞാനാണ് സർവൈവർ. എന്ത് നാടകമായത്?
ഇവിടെ ആരെയാണ് ഭയക്കുന്നത്? ഇവിടെ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നേരായ കഥയാണെങ്കിൽ ഇവിടെ 4 വർഷം എത്രയാണ് 4 വർഷമായോ? 4 വർഷമായെങ്കിൽ ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ സമയത്ത് ഇവിടെ ഒരു പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് ഇവിടെ മാലാഖ ചമയുന്നത്? ക്ഷണിച്ചതാണെങ്കിൽ ഞാനാണെങ്കിൽ അവളുടെ സ്ഥാനത്തേക്ക് പോവില്ല. പോയില്ലെന്ന് പറയാൻ അതിന് ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചിട്ട് വേണ്ടേ? പിന്നെ നടി കോടതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, പൾസർ സൂര്യ എങ്ങനെയാണ് പ്രതിയായത്, എങ്ങനെയൊക്കെയാണ് വിചാരണ നടന്നതെന്ന് നോക്കിയേ കോടതി വിധി ന്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും, ഡൗട്ടൊക്കെ മാറിക്കൊള്ളൂ. ബാക്കിയാണ് അതൊക്കെ വ്യക്തിപരമായ വിഷയം. വിളിച്ചത് എവിടെ? സർക്കാരിന്റെ ഒരു ചടങ്ങിലാണ്. രഞ്ജിത്തിന്റെ മോന്റെ കല്യാണത്തിനല്ല വിളിച്ചത്. ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ സർക്കാരിന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു, അവർ പോയി. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ പറയുന്നത് അവരെ വിളിച്ചത് എന്ത് കപ്പാസിറ്റിയിലാണ്? അതാണ് പോരാട്ടത്തിന്റെ നായിക അല്ലേ? എന്ത് പോരാട്ടം നടത്തിയതാണ്? ഇപ്പുറത്തെ സൈഡിലും പോരാട്ടം നടത്തിയല്ലേ ആളുകൾ? ഇപ്പോഴത്തെ പോരാട്ടം നടത്തില്ലേ ആളുള്ളത്? ഈ എതിർഭാഗത്ത് നിൽക്കുന്നത് ദിലീപിനെ വെച്ച് അല്ലെ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവളുടെ കരിയറിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നതാണ് ദിലീപ്. ഇവരെല്ലാം പരസ്പരം വളരെ ഫ്രണ്ട്സ് ആയിരുന്ന കാലത്ത് നല്ല സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. അവർ തമ്മിൽ തെറ്റിയപ്പോൾ ഉണ്ടായ വിഷയമാണിതെല്ലാം അല്ലേ? അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ നമ്മൾ ആലോചിക്കണ്ടേ? ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ അവാർഡും റിവാർഡും ഒക്കെ. അതും നമ്മൾ ആലോചിക്കണ്ടേ? അവരുടെ ഇത്രയും കാലത്തെ പ്രൊഫൈലൊക്കെ എല്ലാം പോയി മറിയുമോ? അത് മാത്രമല്ല, എനിക്ക് മനസ്സിലാവാതെ പോയത്, രഞ്ജിത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇന്നലെ ഈ പോസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷവും രഞ്ജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും രഞ്ജിയുടെ ഒരു നയപരമായ വിയോജിപ്പുകൾ, അങ്ങനെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എത്ര മ്യൂച്വലി എത്രമാത്രം റിഗാർഡ് ഉണ്ട്, എഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും നയപരമായ ചില വിയോജിപ്പുകൾ, ആ പൊസിഷനിലിരുന്നു കൊണ്ട് അവന് വേണ്ടി ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കാൻ, ഒരു പൊതുജന സമ്മതി നേടാൻ, ഇനി അതും അല്ലെങ്കിൽ ചില ഫെമിനിസ്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് വെച്ചിട്ട് ഇവളെ അപരാധിച്ചാൽ അവൻ പോപ്പുലർ ആവുമെന്നോ മറ്റോ ചിന്തിച്ചു പോയതോ? അല്ല, ഇപ്പൊ വേണമല്ലോ. ഇപ്പം അയാൾക്ക് സിനിമയൊന്നും ഇല്ലല്ലോ. പഴയ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇപ്പം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതേപോലെ രഞ്ജി ഈസ് എ എക്സലന്റ് ഫിലിം മേക്കർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് രഞ്ജിത്ത്. പക്ഷേ ഇപ്പം അയാൾ എവിടെ നിൽക്കുന്നു? അയാളുടെ കരിയർ ഗ്രാഫ് എന്താണിപ്പോൾ? അങ്ങനെയൊക്കെയുള്ള ഒരാൾ, സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം പോയി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഈ സമയത്ത് അതെന്തായാലും ഒരു പുതിയ അറിവാണ് കേട്ടോ. രഞ്ജിത്തിന് ഫേമസ് ആവാൻ വേണ്ടിയാണ് അത്ര അദ്ദേഹം 2022 ആക്രമിക്കപ്പെട്ട നടിയെ വേദിയിലേക്ക് ക്ഷണിച്ചതും ആദരിച്ചതും ഒക്കെ എന്നാണ് ഇവിടെ സംഗീത ലക്ഷ്മണനോട് കണ്ടെത്തൽ. ഇത് വല്ലാത്തൊരു കണ്ടെത്തലായി പോയി. രഞ്ജിത്ത് ഇത്രയും ഗതികെട്ട അവസ്ഥയിലാണെന്ന് അറിഞ്ഞിരുന്നില്ല, ആരും പറഞ്ഞില്ല. എന്നാലും നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നതല്ല. ഇത്രയും ഗഹനമായ നിരീക്ഷണം നടത്തി നിങ്ങളൊന്ന് ആദരിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി അങ്ങോട്ട് വിക്ടിം ബ്ലെയിമിന്റെ ഭയാനക വേർഷനാണ് വരാൻ പോകുന്നത്. ഇവരുടെ തനി നിലവാരം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷീ ഹസ് ബീൻ റേപ്ഡ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം അതെ, ചേച്ചി പറഞ്ഞത് എന്തൊരു സത്യമാണ് അല്ലേ? 2025 നടന്നൊരു കാര്യത്തെക്കുറിച്ച് 2022 തന്നെ ഇങ്ങനെ പ്രവചിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചി വേറെ ലെവലാണെന്ന് പറയാതെ വയ്യ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചേച്ചി പ്രവചിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നതെന്ന് മാത്രം. നടി റേപ്പ് വിക്ടിം ആണെന്ന് കോടതിയിൽ തെളിയിക്കുകയും ചെയ്തു. കുറച്ച് പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ചേച്ചി പേടിക്കണ്ട കേട്ടോ, ദിലീപേട്ടനെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ചേച്ചിക്ക് അത് പോരെ, ചേച്ചി ഹാപ്പിയാണല്ലോ. ചേച്ചിയുടെ ഹാപ്പിനെസ് ആണ് നമുക്ക് മുഖ്യം. ബാക്കിയുണ്ടോ? റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ, ഐ ഡോണ്ട് ബിലീവ് അവൾ. ഞാനത് ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കേണ്ട. ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കണത്? ഇനി ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. ശരി, 2017 ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഈ നടിക്ക് ആകെ 31 വയസ്സായിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെ പിന്നെ യുവനടി എന്നല്ലാണ്ട് പിന്നെ വേറെന്താ വിളിക്കേണ്ടത്? ഈ മുതുക്കിത്തള്ള തന്നെ ഒന്ന് പറഞ്ഞു തന്നാട്ടെ. അല്ല പിന്നെ എന്തൊരു ചൊറിച്ചിലാണ് ഇവർക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പല തരത്തിലുള്ള ചൊറിച്ചിലുകൾ കണ്ടിട്ടുണ്ട്. യുവനടി എന്ന് വിളിക്കുന്നത് പോലും പറ്റാത്ത രീതിയിലുള്ള കണ്ണുകണ്ടുള്ളവർ ആദ്യമായിട്ട് കാണാണ്. ബാക്കിയുണ്ടോ? ഷീസ് ഓൺലി വൺ ഓഫ് ദ റേപ്പ് കേസിൽ എത്ര 3000-ഓളം എത്രയോ 1000 കണക്കിന് റേപ്പ് കേസസിലെ വിക്ടിം പോലെ നാട്ടിലെത്താൻ നമ്മുടെ അവളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന 10,000 കണക്കിന് റേപ്പ് കേസുകളിൽ ഒന്ന് മാത്രമാണ്. എന്തൊരു ലാഘവത്തോടെയാണ്, എന്തൊരു പുച്ഛത്തോടെയാണ് ഈ തള്ള സംസാരിക്കുന്നത് നോക്കി. ഇവിടെ 1000 ആണെങ്കിലും 10,000 ആണെങ്കിലും റേപ്പ് അല്ലാതാവില്ലല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ ഇത്ര ലാഘവത്തോടെ പറയാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ബാക്കിയുണ്ടോ? കേരള പോലീസിന്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പറയുന്നുണ്ടല്ലോ, 4 വർഷം. ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിന്റെ കണക്ക് നിങ്ങളൊന്ന് എടുക്കൂ. ഏതെങ്കിലും ഒരു വിക്ടിമിന് 13 വയസ്സും 12 വയസ്സും 3 വയസ്സും 4 വയസ്സുമായ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. അതിലൊന്നും പ്രതി അന്വേഷിച്ച് നിങ്ങൾ പോകുന്നില്ലല്ലോ. എന്താ ആ പെൺകുട്ടികൾക്കൊക്കെ 2 എണ്ണം ഉള്ളത് ഇവർക്ക് 4 എണ്ണം ഉണ്ടോ? അതോ ഇവർക്ക് 1 എണ്ണം ഉള്ളത് അവർക്കൊക്കെ 2 എണ്ണം ഉണ്ടോ?
അങ്ങനെയാണോ? എന്താ ഇവർക്ക് മാത്രം എന്താ കൊമ്പോ? ഇവള് മാത്രം ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ? എന്തൊക്കെയാണ് ഈ അപരാധം വിളിച്ച് പറയുന്നത്? ഇവിടെ ഇഷ്ടംപോലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ റേപ്പിന് ഇരയാവുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, മാധ്യമങ്ങളിൽ വാർത്തകളും വരാറുണ്ട്. പക്ഷെ നടിയുടെ കേസ് എന്ന് പറയുമ്പോൾ അവർ എത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. മാത്രവുമല്ല, പ്രതി എന്ന് സംശയിക്കപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നടനിൽ ഒരാളാണ്. അതുമാത്രമല്ല, കൊട്ടേഷൻ ബലാത്സംഗത്തിലാണ് നടി ഇരയാക്കപ്പെട്ടത്. ഇന്ത്യയിൽ തന്നെ കേട്ടുകളില്ലാത്തൊരു സംഭവമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇത്രയധികം ചർച്ചയായത്. അതല്ലാതെ ഈ ലോകത്ത് ആകെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ അവരായതുകൊണ്ടല്ല. ഇവിടെ വേറെയും ഇഷ്ടംപോലെ റേപ്പ് കേസുകൾ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. അതൊന്നും സംഗീത ചേച്ചി കണ്ടില്ലേ? കാണാത്തതാവില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടിയെ അധിക്ഷേപിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. എന്തൊരു സ്ത്രീയാണ് ഇവര്, വല്ലാത്തൊരു ജാതി തന്നെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.